വേർപാടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ വരാൻ സ്വർഗത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടിയും ദേശനിവാസികൾക്ക് വേണ്ടിയും എന്റെ വ്യക്തിപരമായ നാമത്തിലും നിങ്ങളുടെ കുടുംബത്തിന് പേരുള്ള അനുശോചനവും ദുഃഖവും അറിയിച്ചുകൊണ്ട് നടത്തുന്നു. വിശേഷാൽ പ്രിയപ്പെട്ട എന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ അമ്മാച്ചന്റെ മകനാണ് ഞാൻ. എന്റെ വലിയപ്പച്ചൻ മാരാണെന്ന് കൊല്ലപ്പെട്ട 66 റാണിയുടെ പ്രദേശത്തേക്ക് കടന്നു വന്നു. ആറുപതെന്ന് പറയുന്നതായ സ്ഥലത്ത് വലിയപ്പച്ചനും മക്കളും കൂടെ ആദ്യം താഴെ കൊണ്ടിച്ച് സമ്പാദിച്ചു. ഏക്കറിടക്കുന്ന വസ്തു വാങ്ങുന്നതിനായി വലിയപ്പച്ചൻ 4 പെൺമക്കളെയും ആൺമക്കളെയും വിവാഹം കഴിപ്പിച്ചു. അതിൽ മൂന്നാമത്തെ എന്റെ മാവിയുടെ മകനാണ് ശ്രീമതി. ഈ പ്രദേശത്ത് വന്ന് പ്രാർത്തു എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും പ്രിയപ്പെട്ടവർ പ്രാപ്തരായ നിത്യമായ സന്തോഷം എന്റെ മാതൃ കുടുംബക്കാര് അനുഭവിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ സങ്കടത്തോട് പറയുകയാണ്. പേര് കേട്ടാൽ നിങ്ങൾ വീട്ടും. കാരണം ഞങ്ങളുടെ വീട്ടുപേര് കുടുംബത്തിൽ എന്നാണെങ്കിൽ തന്നെയും വേറൊരു പേരുണ്ട് ഞങ്ങൾക്ക്. അത് കേട്ടാൽ നിങ്ങൾ കേട്ടു. അതിൽ നിന്ന് ഇപ്രകാരം 100 ആളുകളെന്ന് ചിന്തിച്ചു പോകുക. ആ നിലയിൽ ജീവിച്ചതായ ചെറിയ ദൈവം വിളിച്ച് വേർതിരിച്ച് തന്നെ മക്കളാക്കി തീർന്നതിന് ഞാൻ അഭിമാനം കൊള്ളുകയാണ്. വെളിപാടിൽ 14 വായിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നാണ് ഒരു ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം? പസ്തോദ്വീപിൽ ഏകാന്തതയിൽ കഴിയുന്നതായ യവനാനോട് യഹോവയായ ദൈവം അരുളി ചെയ്തു, യവനാനെ എഴുതുക. എന്താണ് എഴുതേണ്ടത്? ഇന്നു മുതൽ കർത്താവിൽ ലയിച്ച വൃതന്മാർ ഭാഗ്യവാന്മാർ. ലോകത്തിൽ
കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രിയപ്പെട്ടവരെ ദൈവം ചേർത്തു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ കർത്താവിന്റെ ദാസന്മാർ നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തിന് യാതൊരു കാര്യവും യാദൃച്ഛികമായിരിക്കുന്നില്ല. എല്ലാം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് തിരിക്കുന്ന പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഈ പ്രിയപ്പെട്ട പിതാവിനെ സംബന്ധിച്ചിടത്തോളം 90 വയസ്സ് വരെ ഭൂമിയിൽ ജീവിക്കുവാൻ അവസരം ദൈവം നൽകിയിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ അനുഭവമാണ്. അതിലൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് നമ്മൾ കരുതേണ്ടത് 90 വയസ്സ് വരെ ജീവിച്ചതല്ല, എന്റെ ജീവിതത്തിൽ രക്ഷിതമായി യേശുവിനെ കണ്ടെത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവായിട്ട് ബന്ധത്തിൽ ജീവിക്കാൻ കഴിയുന്നതാണ്. യേശുവിനെ കൈകൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് ഒരു ദൈവത്തിനായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അത്രത്തോളം ഭാഗ്യകരമായ മറ്റു യാതൊരു കാര്യമില്ല. ആ ഭാഗ്യാവസ്ഥയിലേക്ക് ഈ പ്രിയപ്പെട്ട പിതാവിനെ ദൈവം നടത്തി. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇവിടെ വിട്ട് മാറിയപ്പോൾ, ഈ ഇവിടെ വിട്ടു പിരിഞ്ഞപ്പോൾ എവിടെ ചെന്നു ചേർന്നത് വിശുദ്ധന്മാർക്ക് ദൈവം തിരുവചനത്തിലൂടെ ഉറപ്പും ധൈര്യവും നൽകുന്നുണ്ട്. ദൈവത്തിൽ നൽകുന്നത് ക്രിസ്തുവിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച സർവവിശുദ്ധമായ ആ പ്രിയപ്പെട്ട വസ്തു പ്രിയപ്പെട്ട ശിവചാനെ കാണാമെന്നുള്ള പ്രത്യാശ പ്രിയപ്പെട്ടവർക്ക് നൽകിയിട്ടുണ്ട്. മക്കള്, മരുമക്കള്, കൊച്ചുമക്കള് എല്ലാവരെയും ദൈവികമായ പ്രത്യാശ ദൈവം നൽകി സമാധാനിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടുതലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കേവലം ദുഃഖം മാത്രമല്ല, നമുക്ക് ബലഹീനമല്ലാത്ത ശക്തിയുള്ള തേജസ്സുള്ള ശരീരത്തോടുകൂടെ നമ്മെ വിട്ട് കടന്നു പോകുന്ന വിശുദ്ധന്മാരെ അവരുടെ പുനരുത്ഥാനത്തിൽ വീണ്ടും കാണാം. ഇവിടെ ശിവചാരിയെ നമുക്ക് വീണ്ടും കാണാം. തുടർന്ന് ഒരു വ്യക്തിത്വം എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ പ്രദേശത്തുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ തന്റെ പ്രായമായപ്പോൾ താൻ പ്രിയപ്പെട്ട കർത്താവിന് താൻ നിദ്ര പ്രാപിച്ചു. തന്നെ കുറിച്ച് പ്രത്യാശയുണ്ട്. കാരണം താൻ കർത്താവിന്റെ ഇതപ്രകാരം ജീവിച്ച വ്യക്തി എന്ന് നാം വിശ്വസിച്ച് നമുക്ക് കർത്താവിന് പ്രത്യാശ വയ്ക്കാം. എന്നാൽ ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് കർത്താവിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ കർത്താവിൽ മരിക്കുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവിൽ മരിക്കുന്ന മൃഗന്മാർ ഭാഗ്യവാന്മാർ. അങ്ങനെയാണെങ്കിൽ നാം എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ഒരു നിമിഷം നമ്മളെ തന്നെ ചിന്തിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ നാം എപ്രകാരം കർത്താവിന്റെ ഇതപ്രകാരമാണ് നാം ആയിരിക്കുന്നത് എന്നൊന്നും നമ്മളെ മാത്രം ശോധന ചെയ്യുക. ദാവീദ് പറയുന്നത് പോലെ നാം ദുഃഖിക്കുവാൻ കാര്യമില്ല. ഇനിയും നാം ജീവിച്ചിരിക്കുന്ന നമുക്ക് ആ നിത്യതയുടെ തുറന്നു ചെന്ന് പരസ്പരം കാണാം എന്ന വലിയ പ്രത്യാശയോട് നമുക്ക് ആശ്വസിക്കാം. കുടുംബാംഗങ്ങളെ എല്ലാവിധമായിട്ടുള്ള അനുശോചനങ്ങളും ഞാൻ രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുടുംബത്തിന്റെ പേരിലും മറ്റ് വ്യക്തിപരമായിട്ടും എല്ലാ അനുശോചനങ്ങളും വാക്കുകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചെയ്യുന്നു. ഒരു വർഷത്തിന് മുമ്പ് 3 വർഷം ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുവാനുള്ള ഭാഗ്യം കർത്താവ്. ആ സമയങ്ങളിൽ ഞാൻ നമ്മുടെ ഭവനവുമായി അടുത്ത സ്നേഹബന്ധം പുലർത്തുവാൻ കർത്താവ് ചെയ്തു. ഈ പിതാവ് തന്റെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്ത നല്ല പ്രവർത്തികളെ കുറിച്ച് പലരിലൂടെ ഓർപ്പിച്ചല്ലോ. തന്റെ സാക്ഷ്യത്തിലൂടെയും എന്റെ അനുഭവത്തിലൂടെയും പ്രായപ്പെടലോ വെയിലോ മഴയോ ഒന്നും അനുഭവിക്കാതെ കഠിനാധ്വാനം ചെയ്ത് തന്റെ കുടുംബത്തെ പുലർത്തുന്നതിന്, മക്കളെ പഠിപ്പിക്കുന്നതിന്, വളർത്തുന്നതിന്, അവരെ ഒരു നിലയിൽ എത്തിക്കുന്നതിനുമൊക്കെ വളരെ അധ്വാനം ചെയ്തൊരു പിതാവാണ്. ആ പിതാവിന്റെ വേർപാട് കുടുംബത്തിന് വളരെ നഷ്ടമാണ്. എങ്കിലും സർവശക്തനായ ദൈവം അവരെ ആശ്വസിപ്പിക്കുന്നുണ്ടോ. ഈ ഭൂമിയിലെ നമ്മുടെ വാസം ക്ഷണികമാണ്. 90 വയസ്സായാലും അത് ക്ഷണികമാണ്. അത് വേറെ തീരുന്നതെന്ന്